5 സുന്ദരികൾ. എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ TV. അമ്മ, ഇന്ന് ഞാൻ ഇവിടുന്ന് പോയപ്പോ എത്ര സന്തോഷത്തിലാ പോയത്. എന്റെ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെ സന്തോഷിച്ചൊരു ദിവസം ഉണ്ടായിട്ടില്ല. എന്റെ ആ സന്തോഷങ്ങളെല്ലാം ആശങ്കകളാക്കി മാറ്റുന്ന കാര്യം ചിറ്റ എന്നോട് പറഞ്ഞത്. ജീവനോടെ പോയ ഞാൻ ജീവനറ്റ് വന്നതുപോലെ ഇപ്പോ. സത്യമേതാ മിഥ്യ ഏതാന്നൊന്നും അറിയാതെ കാറ്റിൽ പറക്കുന്ന അപ്പപ്പം താടി പോലെ വന്നു നിൽക്കുക ഞാൻ. അമ്മയെല്ലാം കണ്ടോണ്ടിരിക്കുവല്ലേ, സത്യം എന്താണെന്ന് പറഞ്ഞു തന്നൂടെ എനിക്ക്? അക്കുച്ചേട്ടൻ അരവിന്ദേട്ടനോട് പറഞ്ഞതെല്ലാം മനസ്സ് തുറന്നു പറഞ്ഞതാണോ, അതോ ചിറ്റ പറഞ്ഞതുപോലെ അരവിന്ദേട്ടനോടുള്ള വാശിക്ക് പറഞ്ഞതാണോ? എനിക്കൊന്നും അറിയില്ല അമ്മ. ഞാൻ അക്കുച്ചേട്ടനിൽ നിന്ന് അകന്നു പോകാൻ ശ്രമിക്കുമ്പോ അക്കുച്ചേട്ടൻ എന്നോട് അടുക്കാൻ നോക്ക്. എനിക്ക് അക്കുച്ചേട്ടനോട് അടുക്കാനും കഴിയുന്നില്ല, അകലാനും കഴിയുന്നില്ല. എന്റെ തീരുമാനം എടുക്കണമെന്നറിയാതെ നിൽക്കാൻ ഞാൻ. അമ്മ എനിക്കൊരു വഴി കാണിക്കണം. അക്കുച്ചേട്ടന്റെ മനസ്സില് ഞാനില്ല എന്ന് ചിന്തിച്ച് മാറിപ്പോകണോ, അതോ എന്റെ ജീവിതം തന്നെ അക്കുച്ചേട്ടനാണെന്ന് തീരുമാനിച്ച് ഇവിടെ തന്നെ നിൽക്കണോ? ഞാൻ എന്താ ചെയ്യേണ്ടത്? ചാരുമോളെ, അമ്മയോട് കുശലം പറയായിരുന്നു. സന്തോഷം വന്നാലും സങ്കടം വന്നാലും അമ്മയോടല്ലേ സമാധാനത്തോടെ പറയാൻ പറ്റൂ. അമ്മ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ? ഇപ്പൊ എന്താ മോക്ക്, സങ്കടമാണോ അതോ സന്തോഷമാണോ? എന്റെ കൂടെ എന്നോ ഉണ്ടായിട്ടുള്ളത് സങ്കടങ്ങളല്ലേ ഗോവിന്ദമ്മേ? ഞാൻ ജനിച്ചപ്പോ കൂടെ പറഞ്ഞതാ എന്റെ സങ്കടങ്ങളും. ഒരു ചെറിയ സന്തോഷം തോന്നുമ്പോ പേടിയാ, പെട്ടെന്ന് തന്നെ ഇത് മാറി കണ്ണീരാവും. എന്തു പറ്റി മോളെ? എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? എന്തായാലും ഗോവിന്ദമാമനോട് പറ. എന്നെ അക്കുച്ചേട്ടൻ അരവിന്ദേട്ടനോട് ചാരുവിനെ പോലൊരു പെണ്ണിനെ എനിക്ക് കിട്ടിയത് ഭാഗ്യമല്ല ബ്രോ. വരുവാ, ചാരുവിനെ എനിക്ക് കിട്ടിയതിൽ എനിക്കുള്ള സന്തോഷം മറ്റെന്ത് കിട്ടിയാലും എനിക്ക് ഉണ്ടാവില്ല ബ്രോ. ആകാശമോൻ അങ്ങനെ പറഞ്ഞത് ഈ മോള് സന്തോഷിക്കുകയല്ലേ വേണ്ടത്? സന്തോഷം തോന്നി ഗോവിന്ദമ്മേ, പക്ഷെ ഇപ്പൊ അതിലേറെ സങ്കടാ. മോളെ, എന്ത് സങ്കടം? അക്കുച്ചേട്ടൻ അരവിന്ദേട്ടനോട് എന്നെ പറ്റി പറയുന്ന കേട്ടപ്പോ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ മനസ്സറിഞ്ഞ് സന്തോഷിച്ചു. പക്ഷെ ആ സന്തോഷത്തിന് ആയുസില്ല ഗോവിന്ദമ്മേ. അതിനിപ്പോ എന്താ മോളെ ഉണ്ടായത്? എന്താ ഉണ്ടായെന്ന് ചോദിച്ചാ എനിക്കറിയില്ല ഗോവിന്ദമ്മേ. അക്കുച്ചേട്ടനെ നൊഴിഞ്ഞു മാറിപ്പോകും തോറും അത് കണ്ടില്ലെന്ന് നടിച്ച് അക്കുച്ചേട്ടൻ എന്നോട് അടുക്കാൻ നോക്കുക. അക്കുച്ചേട്ടന്റെ ഈ മാറ്റത്തിന് കാരണം എന്താ ഗോവിന്ദമ്മേ? അക്കുച്ചേട്ടൻ എന്നെ സ്നേഹിച്ചു തുടങ്ങിയോ, അതോ എന്റെ മുന്നിൽ വെറുതെ കാണിക്കുന്നതാണോ? അക്കുച്ചേട്ടനെ കാണിക്കുന്നത് എന്നോടുള്ള ഇഷ്ടമാണോ, അതോ സഹതാപോ? മോളുടെ മനസ്സിലുള്ളത് പറഞ്ഞു കഴിഞ്ഞോ? മോളുടെ സംശയങ്ങൾക്കെല്ലാം ഞാൻ മറുപടി തരട്ടെ. പക്ഷേ ഞാൻ പറയുന്ന മോള് വിശ്വസിക്കണം. വിശ്വസിക്കൂ? ഇല്ല ഗോവിന്ദ മാമ,
ഈ ഒരു കാര്യത്തില് ഗോവിന്ദമാമനല്ല, വേറെ ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. കാരണം നടക്കുന്ന എന്താണെന്ന് മനസ്സിലാവുന്നില്ല എനിക്ക്. ഞാനും അക്കുച്ചേട്ടനും ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ലേ ഗോവിന്ദമാമൻ. ഗോവിന്ദമാമൻ ഇപ്പൊ എന്ത് പറഞ്ഞാലും അതെന്നെ സമാധാനിപ്പിക്കാൻ പറയുന്നതായിട്ടേ എനിക്ക് തോന്നും. മോളെ, സോറി ഗോവിന്ദമാമ. ഗോവിന്ദമ്മ, എന്താ ഇവിടെ ഇരിക്കുന്നേ? എന്തോ കാര്യ ആലോചനയിലാണല്ലോ. അതേ മോനെ. എന്താ കാര്യം? ഞാൻ മോനോടൊരു കാര്യം ചോദിക്കട്ടെ? ഞാനും ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയാ വന്നത്. എന്താ മോന് ചോദിക്കാനുള്ളത്? പറ. ഗോവിന്ദമാമ ആദ്യം കാര്യം പറ. ആദ്യം മോൻ ചോദിക്കാൻ വന്ന എന്താണെന്ന് പറ. വേണ്ട, മാമൻ കാര്യം പറ. ചാരുമോളെ, നീ ഞാൻ പറഞ്ഞാലേ വിശ്വസിക്കാത്തത്. മോളുടെ അക്കുച്ചേട്ടൻ പറയുന്ന കേട്ടാ വിശ്വസിക്കുമല്ലോ. ആകാശനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. മാമ എന്താ ഒന്നും പറയാതെ ആലോചിക്കുന്നേ? ഞാൻ ചോദിക്കട്ടെ മോനോട്? ആ, ചോദിക്കേ. ആകാശമോൻ ചാരുമോളെ ഉള്ളിന്റെ ഉള്ളിന്ന് സ്നേഹിച്ചു തുടങ്ങിയെന്ന് എനിക്കറിയാം, അല്ലേ? ഞാൻ പറഞ്ഞത് സത്യമല്ലേ മോനെ? എന്തിനാ മാമ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? മോൻ പറയുന്ന മറുപടി കേട്ടാലേ ഇവിടെ ചിലർക്ക് വിശ്വാസമാവും, അതുകൊണ്ടാ. മാമൻ എന്താ ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നേ? എന്താ മാമ കാര്യം? ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് മോന് തോന്നും. പക്ഷേ മനസ്സിലാക്കേണ്ടവര് അത് മനസ്സിലായിക്കോളും. മോന്റെ മനസ്സിലിപ്പോ ചാരുമോള് മാത്രമല്ലേ ഉള്ളൂ, അല്ലേ? അല്ലേടാ? എന്താ മോനെ, മോന്റെ മനസ്സിൽ ചാരുമോളില്ലേ? ഗോവിന്ദമാമൻ സംശയിക്കുന്ന എന്തിനാ? എന്റെ മനസ്സ് മുഴുവനും കാക്കോത്തിയാ. സംശയം എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, പിന്നെന്താ?